Hi dear friends, welcome to Food Traveler. ഞാൻ സുഹൈൽ റംസാൻ. നമ്മളിന്നുള്ളത് പെരുമ്പളം ദ്വീപിലാണ്. പെരുമ്പളം ദ്വീപിൽ ന്യൂ സൗത്ത് ജെട്ടിയിലാണുള്ളത്. ഇത് സജീഷ്. സജീഷ് നമസ്കാരം. നമസ്കാരം. സജീഷ് ഒരു കയാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. കയാക്കിംഗ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ സജീഷ് ഇവിടെ ഏതൊക്കെ സമയത്താണ് കയാക്കിംഗ് ടൈമിംഗ് ഉള്ളത്? നമുക്ക് മോർണിംഗ് എല്ലാ ദിവസവും 6 തൊട്ട് 6:30 തൊട്ട് 9 മണി വരെ നമുക്കുണ്ട്. പിന്നെ ഈവനിങ്ങിൽ 4:30 തൊട്ട് 6:30 വരെ നമ്മുടെ ടൈമിംഗ് അങ്ങനെയാണ്. ഇവിടുത്തെ ടൈമിംഗ് ഇതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരുമ്പളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ദ്വീപാണ്. ഇത് ദ്വീപിൻ്റെ ഒരു തെക്കേ അറ്റമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശാലമായിട്ട് കായൽ കാണാം, കിഴക്ക് സൈഡും കാണാം, പടിഞ്ഞാറ് സൈഡും കാണാം. അതുകൊണ്ട് സൺറൈസും സൺസെറ്റും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും അല്ലേ? അതെ അതെ. ഇവിടുത്തെ ഫീസ് വരുന്നത് നമുക്ക് 300 രൂപയാണ് പെർ ഹെഡ് ഒരു മണിക്കൂറത്തേക്ക് ഒരാൾക്ക് വരുന്നത്. ഒരു മണിക്കൂറത്തേക്ക് 300 രൂപയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് കായലാണല്ലോ, കായലിൻ്റെ കണ്ടൽ കാടുകളുണ്ട്. ഈ കണ്ടൽ കായലുകൾക്കിടയിലൂടെ നമുക്ക് കയാക്കിംഗ് ചെയ്യാൻ പറ്റും. അതിൻ്റെ റൂട്ടൊക്കെ സജീഷിന് അറിയാം. നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അതുവഴി പോകാവുന്നതാണ്. അത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയില്ല. അത് വന്ന് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ദിവസം മുടക്കുണ്ടോ? ഇല്ല, നമുക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. ഞായറാഴ്ച ഉണ്ടാവും. വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സജീഷിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്കൊരു ടീമായിട്ടൊക്കെ വരാം. മാക്സിമം എത്ര പേർക്ക് വരാൻ പറ്റും? മാക്സിമം നമുക്ക് 12 പേർക്കാണ് നിലവിലുള്ളത്. നിലവിൽ 12 പേർക്കുള്ളത്. അതിൽ സിംഗിളും ഡബിളും ഇല്ലേ? സിംഗിളും ഡബിളും ഉണ്ട്. എത്ര ഡബിൾ ഉണ്ട്? ഡബിൾ 4 ബാക്കി സിംഗിളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾ. ബാക്കി എന്താ പറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കക്ക വാരുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ താഴം കുറവാണ്. നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്ന പോലെ തന്നെ വെള്ളത്തിലിറങ്ങി നീന്താവുന്നതാണ്. അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഈ ഏരിയക്കുണ്ട്. ഇവിടെ കൊട്ടവഞ്ചി വരുന്നുണ്ട്. കൊട്ടവഞ്ചി നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ ആ ആക്ടിവിറ്റി കൂടി ഇവിടെ ആഡ് ഓൺ ആകുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് നോക്കിയിട്ട് വരിക കേട്ടോ. പിന്നെ പെരുമ്പളത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് പെരുമ്പളം പാലം. പെരുമ്പളം പാലം കാണാം. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ വലിയ വാഹനങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഇങ്ങോട്ട് വരാത്തൊരു സ്ഥലമായിരുന്നു. ജങ്കാറ് മുഖേന വന്ന വണ്ടി മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ചെറിയ ചെറിയ വഴികളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ്, ലോക്കൽ ഫുഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു ട്രിപ്പ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരിക്കലും ഇതൊരു നഷ്ടമാവില്ല. സജീഷിൻ്റെ വീട് പെരുമ്പളത്താണ്. അതുകൊണ്ട് പെരുമ്പളത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും അല്ലേ സജീഷ്? അതെ അതെ അതെ, അടുത്ത് തന്നെ. നമ്മൾ ജനിച്ച് വളർന്നത് ഇവിടെ തന്നെയാണ്. കാരണം ഈ പാലം വന്നു. പാലം എന്ന് വെച്ചാൽ പെരുമ്പളത്ത് ഈ പാലം കേരളത്തിലെ തന്നെ വേമ്പനാട് കായലിലെ കുറുകെയുള്ള, അതായത് കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ്. അതിറങ്ങി 1 കിലോമീറ്റർ 1:10. 1 കിലോമീറ്ററും 150 മീറ്ററുമാണ് പാലത്തിൻ്റെ നീളം. അപ്പോൾ ഇതൊക്കെയാണ് ഈ കയാക്കിംഗ് സെറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.